പ്രിയമുള്ളവരെ, വചനജ്വാല 1519 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 28 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ജപമാല മാസാചരണം 28 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 40 അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. മനുഷ്യന്റെ ദയനീയാവസ്ഥ. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ നുകമുള്ള ഭാരം വെക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെ കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയാംഗിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ ഏവരും കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായി തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവനെ ഭീതി ഉളവാക്കുന്നു, അവനെ വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴെന്നതുപോലെ യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു. രക്ഷയോട് അടുക്കുമ്പോൾ അവൻ ഞെട്ടി ഉണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും, പാപികൾക്ക് 7 ഇരട്ടിയും. മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്കുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോലും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പാപികൾ നിശേഷം പരാജയപ്പെടും. ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സ്ലീഹന്മാരായ വിശുദ്ധ ശമയോനെയും യൂദ തദേവൂസിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. തീഷ്ണമതിയായ ശമയോൻ എന്നാണ് കാനാന്യൻ പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം ഗലീലിക്കാരനാണ്. കാനായിലെ കല്യാണത്തിലെ മണവാളൻ ഈ ശമയോനാണെന്നാണ് ഗ്രീക്കുകാർ പറയുന്നത്. മറ്റ് അപ്പസ്തോലന്മാരെ പോലെ തീഷ്ണതയോടെ സുവിശേഷം പ്രചാരണം നടത്തി ഒടുവിൽ പേർഷ്യയിൽ വെച്ച് കുരിശിൽ തറച്ചു എന്നാണ് പാരമ്പര്യം.
പ്രിയരെ, കൊച്ചുയാക്കോബിന്റെ സഹോദരനാണ് യൂദാ തദേവൂസ്. ദൈവമാതാവിന്റെ സഹോദരിയായ മേരിയുടെയും ക്ലയോഫാസിന്റെയും 4 മക്കളിൽ ഒരാളാണ് യൂദാ തദേവൂസ്. ഒരുപാട് സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്ത യൂദാ തദേവൂസിനെ കുരിശിൽ ചേർത്തുകെട്ടി അതിനുശേഷം അസ്ത്രമയച്ച് കൊല്ലുകയാണ് ചെയ്തത്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ടാണ് ആധുനിക ലോകം വിശുദ്ധ യൂദാ തദേവൂസിനെ അനുസ്മരിക്കുന്നത്, ആദരിക്കുന്നത്. പ്രിയരെ, വിശുദ്ധ യൂദാ തദേവൂസിന്റെയും വിശുദ്ധ ശമയോന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കട്ടെ.